ഒന്നിനു പുറകെ ഒന്നായി ഓണാഘോഷക്കുരുക്കിൽപ്പെടുകയാണ് ആഭ്യന്തര വകുപ്പ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പ്രതികളുടെ ഓണാഘോഷ റീൽസ് ചിത്രീകരണ വിവാദത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കട്ടക്കലിപ്പിൽ തന്നെയാണ്. കാരണം ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സേനയ്ക്കും സർക്കാരിനും ഒരുപോലെ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ കർശന നടപടിക്ക് ചെന്നിത്തല നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ. ചെന്നിത്തലയുടെ വലം കൈയാണ് വിജയൻ IPS. ആഭ്യന്തര വകുപ്പ് മികച്ച നിലയിൽ മുന്നോട്ടു പോകുമ്പോഴാണ് അതിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചില പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നത്. അത് വെച്ചു പൊറുപ്പിക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെന്നിത്തലയും ADGP P. വിജയനുമെന്ന് പറയേണ്ടി വരും. ED ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ 20 പ്രതികളാണ് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയ ശേഷം അവിടുത്തെ ഓണാഘോഷത്തിൽ സ്വയം പങ്കെടുത്ത് ആഘോഷമാക്കിയത്. ആഘോഷിച്ചു എന്ന് മാത്രമല്ല, പ്രതികൾ ഈ ആഘോഷം സ്വയം മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. അതാണ് സംഭവം പുറത്തെത്തിച്ചതും വിവാദമാക്കിയതും. സംഭവത്തിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് വിശദമായ റിപ്പോർട്ട് ADGP തേടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദികളായ 6 പോലീസുകാരെ താൽക്കാലികമായി AR ക്യാമ്പിലേക്ക് മാറ്റിക്കൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രതികൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും GD ചാർജുള്ള ഉദ്യോഗസ്ഥനുമാണ് പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. SHO R. പ്രശാന്ത് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ പ്രതികൾ അവിടെ ആഘോഷങ്ങൾ ചിത്രീകരിക്കുകയാണ്. CPM പ്രാദേശിക നേതാവായ IP ബിനു ഉൾപ്പെടെ 2 പ്രതികളോട് SHO സംസാരിക്കുകയും ചെയ്തു. പ്രശാന്ത് സ്റ്റേഷനിൽ ഉള്ളപ്പോഴും പുറത്ത് പ്രതികളുടെ റീൽസ് ചിത്രീകരണം നടക്കുന്നുമുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും അത് തടയുന്നതിനോ പ്രതികളെ പിരിച്ചുവിടുന്നതിനോ SHOയോ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ തയ്യാറായില്ല. അതാണ് ഈ പോലീസുകാർക്കെതിരെ ഒരു സംശയം ഉണ്ടാകാനുള്ള കാരണം. അവരിതൊക്കെ കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നിലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ സ്വന്തം ശുപാർശ കൂടി ചേർത്തുകൊണ്ടാണ് IG-ക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. SHO പ്രശാന്തിനെതിരായ നടപടിയിൽ IG-യാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. സേനയിലെ ഇടത് അസോസിയേഷൻ നേതാവാണ് പ്രശാന്ത്. അതുകൊണ്ട് തന്നെ കാര്യമായ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനുമാണ്. അടുത്തിടെ പ്രശാന്തിനെ തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയതാണ്. UD സർക്കാർ വന്ന ശേഷമാണ് മാറ്റിയത്. ഒപ്പം തന്നെ ഈ ED ആക്രമണ കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു അംഗം കൂടിയായിരുന്നു ഈ പ്രശാന്ത്. സ്റ്റേഷൻ ചുമതല ഒഴിയുന്ന ദിവസമായ ശനിയാഴ്ചയാണ് ഈ ഓണാഘോഷമൊക്കെ നടന്നതും ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായതും. അന്ന് തന്നെ പ്രശാന്ത് വൈകിട്ട് സ്റ്റേഷന്റെ ചുമതല ഒഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് പോലീസ് വസ്ത്രം വാങ്ങി നൽകിയെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ വാസ്തവമില്ല എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാൻ കാരണം പ്രതികളിൽ ഒരാളായ IP ബിനു ഇന്നലെ സ്റ്റേഷനിലെത്തിയത് പോലീസുകാർ ധരിച്ചതിന് സമാനമായ നിറത്തിലുള്ള ഷർട്ട് ഇട്ടുകൊണ്ടാണ്. അത് യാദൃശ്ചികമെന്നാണ് ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത്. ഇപ്പോഴത്തെ ഈ നടപടിയിലൂടെ എന്തായാലും ഈ നാണക്കേടിൽ നിന്ന് മുഖം രക്ഷിക്കാൻ കഴിയുമെന്നാണ് ആഭ്യന്തര വകുപ്പ് കരുതിയത്. എന്നാൽ അങ്ങനെ കരുതിയിരിക്കുമ്പോൾ മറ്റൊരു നാണക്കേട് കൂടി ആഭ്യന്തര വകുപ്പിന് പിണഞ്ഞിരിക്കുകയാണ്. അത് ജയിൽ വകുപ്പ് വഴിയാണ് വന്നിരിക്കുന്നത്. ശനിയാഴ്ച തിരുവനന്തപുരം ജയിൽ വകുപ്പ് ആസ്ഥാനത്ത് ജീവനക്കാരുടെ ഓണാഘോഷം നടന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ജയിൽ ഉദ്യോഗസ്ഥരുടെ അസോസിയേഷനാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. എന്നാൽ അത് രാത്രിയോടുകൂടി ശരിക്കും ഓണത്തല്ലിൽ കലാശിക്കുന്നതാണ് കണ്ടത്. അടിപിടിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കണ്ണിന് പരുക്കേറ്റു. മറ്റു ചിലർക്കും പരുക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പക്ഷേ ഇതുവരെ ആരും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടില്ല. കാരണം അത് പരാതിയായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ വിവാദമായി മാറുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ആരും പരാതി കൊടുത്തില്ല. രാത്രിയിൽ നടന്ന DJ പാർട്ടിക്കിടയിലാണ് സ്റ്റേജിൽ കയറി പരിപാടി അവതരിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള തർക്കമുണ്ടാവുകയും അങ്ങനെ ഒരു തല്ലിലേക്കത് അവസാനിക്കുകയും ചെയ്തത്. ആരും പരാതി നൽകിയിട്ടില്ലെങ്കിൽ പോലും വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ജയിൽ DGP കണ്ടിരിക്കുന്നത്. അന്വേഷിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് നൽകാൻ ജയിൽ DGP കൂടിയായ ശ്രീജിത്ത് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ ഓണക്കാലം വരെ ഉണ്ടാക്കിയെടുത്ത ഒരു സൽപ്പേര് തൂഫാന്റെയൊക്കെ പേരിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ആഭ്യന്തര വകുപ്പ്. പക്ഷേ ഈ ഓണക്കാലത്തുണ്ടായിരിക്കുന്ന ഈ 2 ആഘോഷങ്ങളുടെ വിവാദം ആഭ്യന്തര വകുപ്പിന് വലിയ ഒരു നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.